ഇന്ന് നമ്മൾ പോകുന്നത് ഫെയറിലാൻഡിലേക്കാട്ടോ. ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ടൊവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആപ്പ് നോക്കി, അപ്പോൾ ആപ്പിൽ വലിയ ബുക്കിംഗ് ഒന്നും വന്നിട്ടില്ല, അധികം പ്രൊമോഷൻ വന്നിട്ടില്ല ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് ബുക്കിംഗ് ഒന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, നേരെ അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ കരുതി. ആപ്പിൽ നോക്കുന്ന സമയത്ത് 6 മണിക്കാണ് സിനിമ തുടങ്ങാട്ടോ. ഞങ്ങൾ ചന്തക്കുന്ന് എത്തിയ സമയത്ത് തന്നെ 6 മണിയായി. ഇവിടെ ചോദിച്ച സമയത്ത് സിനിമ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ടിക്കറ്റ് മേടിച്ച് ഞങ്ങൾ അകത്തോട്ട് ഓടിയിട്ടു. നമ്മുടെ നിലമ്പൂർ ഈ തിയേറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് മറ്റൊരു തിയേറ്റർ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഹൗസ്ഫുൾ ആവില്ലായിരുന്നു. അങ്ങനെ അകത്ത് കയറി സിനിമ കണ്ടു കേട്ടോ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാർവിൻ കുര്യാക്കോസ് ഡയറക്ട് ചെയ്ത സിനിമ കേട്ടത്. സിനിമയുടെ പേര് പോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സ്റ്റോറി. ഇതിൽ 2 ക്രൈം സ്റ്റോറി അന്വേഷിച്ച് കണ്ടെത്തുക, അതാട്ടത്. ഹാഫ് ടൈം വരെ ഒരു സ്റ്റോറി അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അതുപോലെ അടുത്ത സ്റ്റോറി ഇതേപോലെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ടൊവിനോന്റെ കൽക്കി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഈ സിനിമയെ വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇതൊരിക്കലും ഒരു അടിപൊളി ത്രില്ലർ അല്ല, ഇതൊരു സൈലന്റ് രീതിയിൽ പോകുന്ന സിനിമയാട്ടോ. 80കളിലും 90കളിലും നടക്കുന്ന ഒരു ക്രൈമിനെയാണ് ഇതിൽ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ സൈബർ സെല്ലോ ലൊക്കേഷൻ കണ്ടെത്തുകയോ മൊബൈലോ അതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസ് എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താമെന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ